ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ജർമ്മനിയിൽ നഴ്സിംഗ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ആണ്. അതായത് നഴ്സുമാരിൽ നിന്ന് ഒരു രൂപ പോലും കമ്മീഷനോ ഏജൻസി ഫീയോ വാങ്ങാതെ ജർമ്മനിയിൽ നഴ്സിംഗ് ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണോ എന്ന്. ഒരിക്കലുമല്ല. കാരണം ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുകയും ജർമ്മനിയിൽ നഴ്സിംഗ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അത് നിങ്ങളെ സഹായിക്കുകയും എന്നറിഞ്ഞപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്യാഷ് ഒന്നും വാങ്ങാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മളെ സഹായിക്കുമോ എന്ന്. തീർച്ചയായും ഇല്ല. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭാഗ്യവശാൽ ജർമ്മനി ബേസ്ഡായ ഈ സ്ഥാപനം നടത്തുന്നത് ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ 2 മലയാളികളാണ്. അതിലൊരാൾ നേഴ്സ് കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബിജു, ശബരീഷ്. അപ്പോൾ ബിജു, ശബരീഷ് രണ്ടുപേരും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബിജു, പാലക്കാടാണ് വീട്. ഒരു 10 കൊല്ലമായിട്ട് ഞാൻ ജർമ്മനിയിൽ താമസിക്കുന്നു. ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കൂടെ നേഴ്സുമാർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പായ ഹയർ ആൻഡ് കെയർ കോ-ഫൗണ്ടർ കൂടിയാണ്. ഇവിടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. എൻ്റെ പേര് ശബരീഷ് പണിക്കർ. ഞാൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. നാട്ടിൽ കൊല്ലം. ഇവിടെ ഇപ്പോൾ 4 വർഷമായിട്ട് ജർമ്മനിയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഹയർ ആൻഡ് കെയർ എന്ന സ്റ്റാർട്ടപ്പിൻ്റെ CEO ആണ്, കോ-ഫൗണ്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹയർ ആൻഡ് കെയർ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഹയർ ആൻഡ് കെയർ ഒരു ബെർലിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങാനുള്ള ഒരു കാര്യം, ഇതിന് ഒരു പ്രോബ്ലം നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ നേഴ്സിന് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊല്യൂഷൻ അല്ല, ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിലോട്ട് വരാൻ പറ്റുള്ളൂ. വേറെ നമ്മൾ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ജർമ്മനിയിലേക്ക് ഒരു നേഴ്സിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടുന്നത് ഇതെല്ലാം നമ്മൾ ഒരൊറ്റ റൂഫിൽ കൊടുക്കുന്നുണ്ട്, ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ഫസ്റ്റ് വേണ്ടുന്ന ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾക്ക് പാർട്ട്ണർ ലാംഗ്വേജ് സ്കൂൾസ് ഉണ്ട്. അതെല്ലാം ജർമ്മനിയിലുള്ള സ്കൂൾസാണ്. അപ്പോൾ ഇവർ ത്രൂ ഒരു കാൻഡിഡേറ്റിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഓൺലൈനാണ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം ജർമ്മനിയിൽ, ഇക്വലൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സർവീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ലേഷൻ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ ഡോക്യുമെന്റ്സ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ട്രാൻസ്ലേഷൻ പാർട്ട്ണറിന് പോകും. അവർക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എവറിത്തിങ് ലൈക്ക് ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാലുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റും. ഇവരുടെ ഇന്റർവ്യൂസ്, ഇവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എംപ്ലോയറിന് ഇവരുടെ പ്രൊഫൈൽസ് എല്ലാം കാണാൻ പറ്റും. നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസി ത്രൂ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻ ഷോർട്ട് ഹയർ ആൻഡ് കെയർ എന്താണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഹയർ ആൻഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. എക്സാക്ട്ലി. നിലവിൽ ഇപ്പോൾ നമ്മൾ നഴ്സസിനെ വെച്ച് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വേറെ നമ്മുടെ ഡൗൺ ദ ലൈൻ ഇപ്പം ജർമ്മനി മാത്രമാണ്. നമുക്ക് ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രീസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, നിലവിൽ നഴ്സസ് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ മൊത്തം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ലൈക്ക് മെഡിക്കൽ ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഈവൻ ടു ഡോക്ടേഴ്സ്. സോ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മൊത്തം ഒരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുക എന്നുള്ളതാണ്. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ എന്തുകൊണ്ട് ഹയർ ആൻഡ് കെയറിനെ അപ്രോച്ച് ചെയ്യണം? ഞാനൊരു നേഴ്സാണ്. ഞാൻ ജർമ്മനിയിലോട്ട് 2011 വന്നതാണ്. എനിക്കറിയാം ആ ഒരു കംപ്ലീറ്റ് മൈഗ്രേഷൻ പ്രോസസ്സിൽ ഒരു നേഴ്സസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവരുടെ ചലഞ്ചസും സ്ട്രഗിൾസും, മെയിൻലി ഫിനാൻഷ്യൽ. ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മൈഗ്രേഷൻ, ഒരു പുറം രാജ്യത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഏജൻസിയിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തുമാത്രം പൈസ അവർ സർവീസ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. അതും അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. എല്ലാം വിസ കിട്ടിക്കഴിഞ്ഞിട്ടല്ല, എന്ന് അവരെ കോൺടാക്ട് ചെയ്യുന്നു അന്ന് അവർ പറയുകയാണ് ഇത്ര പൈസ ഞങ്ങൾക്ക് വേണമെന്ന്. നമ്മളത് കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസ് പോയാലോ എന്നുള്ള പേടിയുണ്ട് നമ്മളത് ചെയ്യുകയാണ്. അവിടെയാണ് ഹയർ ആൻഡ് കെയർ വ്യത്യസ്തമാകുന്നത്. ഞാനൊരു നേഴ്സാണ്. നേഴ്സുമാർക്ക് വേണ്ടി തുടങ്ങിയ ഞങ്ങളുടെ കമ്പനിയാണ്. അത് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. നിങ്ങളുടെ മൈഗ്രേഷൻ പ്രോസസ്സിങ്
ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു രൂപ പോലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിങ്ങളുടെ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ പ്രോസസ്സിംഗ് ഫീസ് ആയിട്ടോ ഒരു സർവീസ് ചാർജ് ആയിട്ടോ ഞങ്ങൾ മേടിക്കുന്നില്ല. ഈ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ക്ലിയർ ആക്കാമോ? കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ഞങ്ങൾ അവരെ ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ലാസ്റ്റ് അവരുടെ പ്രൊബേഷൻ പീരീഡ് തീരുന്നവരെ അവരുടെ കൂടെ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ഒരു രൂപ പോലും ഒരു സർവീസ് ചാർജായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് ഫീസായിട്ടോ മേടിക്കുന്നില്ല. അതാണ് സീറോ പ്രോസസ്സിംഗ് ചാർജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഹയർ ആൻഡ് കെയർ നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു നേഴ്സിന് ഇവിടേക്ക് വന്ന് ഇവിടെ രജിസ്ട്രേഷൻ നേടി ഇവിടെ ജോലിക്ക് കയറാൻ എന്തൊക്കെ സർവീസസ് ആണോ വേണ്ടത് അത് ഫുൾ എന്ന് വെച്ചാൽ നല്ല ലാംഗ്വേജ് ക്ലാസ് A1 A2 B1 B2 ഒരു നേഴ്സിന് വേണ്ടത് B2 ക്രൈറ്റീരിയ ആണ്. അതിനുശേഷം അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്, അവരുടെ ട്രാൻസ്ലേഷൻ ത്രൂ ഔട്ട് ഈ മൈഗ്രേഷൻ പ്രോസസ്സിൽ ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, രജിസ്ട്രേഷൻ, ജോബ് ഇൻ്റർവ്യൂ, വിസ പ്രോസസ്സിങ്, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാലും ഇവരുടെ കൂടെ തന്നെ നമ്മൾ വേണം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അവർക്ക് ഒരു വേറൊരു രാജ്യത്താണ് അവർ വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ജർമ്മനിക്ക് വരുമ്പോൾ അവരുടെ കൂടെ നമ്മൾ വേണം. അവരെ നമ്മൾ വെൽക്കം ചെയ്യാൻ അവിടെ മുതൽ ജർമ്മനിയിൽ നമ്മൾ വീണ്ടും അവരെ നമ്മൾ ഗൈഡ് ചെയ്യണം. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ വില്ലേജ് ഓഫീസ്, അവിടെയുള്ള രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, പിന്നെ ഇവിടെ വിസ റിന്യൂ ചെയ്യുന്ന പ്രോസസ്സിങ്, അതിനെല്ലാം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യം ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ നാട്ടിൽ നിന്ന് ഒരു നഴ്സിന് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ അല്ലേ? അതോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതൊരു ഭാഷയായിക്കോട്ടെ, ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ ആ രാജ്യത്ത് പോയി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം വളരെ 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 വലുതാണ്. പ്രത്യേകിച്ച് ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജാണ് അവരുടെ ബേസിക് കീ. നമുക്ക് നല്ല ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ടീമിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രൊനൗൺസിയേഷൻ നല്ലതല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. നമുക്ക് പലതും പറയണമെന്നുണ്ടാവും, പലതും ചോദിക്കില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും, ഓ വേണ്ട അത് ഒഴിവാക്കാം, ഞാൻ തെറ്റായിരിക്കും പറയണത്, അല്ലെങ്കിൽ എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല. അവർക്ക് മനസ്സിലാവില്ല. അവർ 2 വട്ടം ചോദിക്കും നിങ്ങൾ എന്താ പറഞ്ഞതെന്ന്. അതിനുശേഷം 3ാമത് നമുക്ക് ചോദിക്കാൻ പിന്നെ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഞാനിവിടെ വന്ന് പഠിച്ചതാണ്, ആ ഒരു ലാംഗ്വേജ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അപ്പോൾ ഏതൊരു നേഴ്സും ആയിക്കോട്ടെ, അവരുടെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഫ്യൂച്ചറാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. നല്ല ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡിൽ തന്നെ ജോലി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒത്തിരി നേഴ്സുമാരെ ഫേസ് ചെയ്ത് എനിക്ക് കണ്ടിട്ടുണ്ട്. അവരെ പിന്നീട് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ലാംഗ്വേജ് മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ജർമ്മനിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പക്ക ആയിരിക്കണം. മാത്രമല്ല ഇത് കൂടുതൽ നമ്മൾ ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ ആൻഡ് കെയർ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. ഇത് മോർ ഓഫ് ആൻ ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ്, നോട്ട് ആൻ എക്സാം ഓറിയന്റഡ് കോച്ചിങ്. വി ഹാവ് ഹാഡ് കാൻഡിഡേറ്റ്സ് വെയർ ദേ ഹാവ് B2 സർട്ടിഫിക്കറ്റ് ബട്ട് ദേ ഡോണ്ട് സ്പീക്ക് ഗുഡ് ജർമ്മൻ. സോ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓൺലൈൻ ആയത് കാരണം ലോകത്ത് എവിടെ നിന്ന് വേണ്ട കാൻഡിഡേറ്റ്സിന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 2 ബാച്ച് നമ്മൾ ലാംഗ്വേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബാച്ചിൽ 14 സ്റ്റുഡൻസ് ആണുള്ളത്. അത് വേൾഡ് വൈഡ് നമുക്ക് ദുബായിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ട്, കുവൈറ്റ് നിന്നുണ്ട്, മിഡിൽ ഈസ്റ്റ്, ഇങ്ങനെ പല രാജ്യത്തു നിന്നുണ്ട്, ഫിലിപ്പൈൻസ് നിന്നുണ്ട്. അപ്പം എല്ലാവർക്കും ജർമ്മനിയിൽ നിന്നുള്ള സെയിം ക്വാളിറ്റി മച്ച് മോർ അഫോർഡബിൾ പ്രൈസിൽ ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്സിന് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഈ ലാംഗ്വേജ് ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ലാംഗ്വേജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസുമായിട്ട് കണക്ഷൻ ഉണ്ടോ? എക്സാക്ട്ലി. സി നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല ലാംഗ്വേജ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് അതർ സ്കൂൾസ് ഹാവ് പാർട്ട്നർഡ് വിത്ത് അസ്. ഓക്കെ, സോ അവര് നമ്മളിപ്പോൾ നമുക്ക് സ്പീക്ക് ഈസി ബെർലിൻ, ലിൻഗുറു ബെർലിൻ, ഇങ്ങനെ ബെർലിനിലുള്ള 2 ലാംഗ്വേജ് സ്കൂൾസ് ആണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ളതിനകത്ത്, നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളതിനകത്ത് നമ്മളൊരു ടൈപ്പ് ഉള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികളെ അവര് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നേറ്റീവ് ജർമ്മൻ ട്യൂട്ടേഴ്സ് ആണ്. അതായത് അവിടെ ഒരു വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളല്ല, ജർമ്മനിയിൽ വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ ജനിച്ച് ജർമ്മനിയിൽ വളർന്ന ഒരാളാണ് ജർമ്മൻ പഠിപ്പിക്കുന്നത്.
ജർമ്മൻ ആക്സെൻസ് അപ്പം ഒരു ഒരു ഇത് ഇപ്പൊ നമ്മൾ ഒരു വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ അല്ല ഒരു ജർമ്മൻ നേറ്റീവ് സംസാരിക്കുന്നത്. ആ തിക്സ് ആക്സെൻസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് തെറ്റായിട്ട് പഠിക്കാതെ ഇരിക്കാനും ആയിട്ടാണ് ഈ ഒരു കോച്ചിങ്. മോർ ഓവർ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജർമ്മൻ ഇക്കോസിസ്റ്റമായിട്ട് ഒരു ജർമ്മൻ ടീച്ചർ പഠിക്കാൻ നേരത്ത് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ജർമ്മൻ ഇക്കോസിസ്റ്റമായിട്ട് അവർ ജർമ്മനിൽ വരാതെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസും കാൻഡിഡേറ്റ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും അത് ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും കുറച്ചാൾ ജർമ്മനൊക്കെ പഠിച്ചാണ് നാട്ടിൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ വന്ന് പഠിക്കാനുണ്ടായത്. അപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഒരു പ്രൊഫഷണൽ നേഴ്സിങ്ങിന് അത് ശരിക്കും ഇവിടുത്തെ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ആക്സെൻറ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വളരെ നല്ലൊരു ബെനിഫിറ്റാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ജർമ്മൻ ലാംഗ്വേജ് ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ. ഈ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ ബാക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ പാർട്ട്ണറുണ്ട്. അവർ ത്രൂ കാൻഡിഡേറ്റ്സിന് ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തത് ഇവരുടെ രജിസ്ട്രേഷൻ, അവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇവിടെ ജർമ്മനിയിൽ ഇക്വലൻ്റ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അവിടെ ഒരു ഫീസ് അടയ്ക്കണം, അത് അടച്ചിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യും. മൂന്നാമത്തത് ഇതിനോടൊപ്പം തന്നെ വേണ്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയല്ലേ വേണ്ടത്. അപ്പം ഈ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽസ്, ഇവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഫൈൽസ് നമുക്ക് നമ്മൾ ടൈപ്പ് ഉള്ള ഇവിടെയുള്ള എംപ്ലോയീസ്, അതായത് ഇവിടെയുള്ള ഓൾഡ് ഏജ് ഹോംസ്, കെയർ ഹോംസ്, ഹോസ്പിറ്റൽസ്, ഇവർക്കെല്ലാവർക്കും ഈ കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. ആൻഡ് ഇത് അതർ വേ റൗണ്ട് ആണ്. അതായത് കാൻഡിഡേറ്റ്സ് എംപ്ലോയീസിനെ അപ്രോച്ച് ചെയ്യല്ല. ഇവിടെ ഷോർട്ടേജ് ആണുള്ളത് നഴ്സസിന്റെ. അപ്പോൾ ഒരു എംപ്ലോയർ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവും? ഇറ്റ് ഇസ് ദ അതർ വേ റൗണ്ട്. ഓക്കെ, അപ്പം ഇവരുടെ പ്രൊഫൈൽസ് എംപ്ലോയീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊരു ഇന്റർവ്യൂലോട്ട് പോകും. ഇതെല്ലാം ഓൺലൈൻ തന്നെ, അതെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് സക്സസ്ഫുൾ ആകുമ്പോൾ അവർക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഈ ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്ന ഓൺ ബോർഡിങ്, അവർ വിസ പ്രോസസ്സിങ്. ഇപ്പം EU കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വെളിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വിസ വേണം. അപ്പം എപ്പോൾ വിസ അപ്പോയിൻമെന്റ് എടുക്കണം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, അവരുടെ ഓഫർ ലെറ്റർ, സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം എന്തൊക്കെ ഇതിൻ്റെ എല്ലാം നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ ത്രൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ലാസ്റ്റ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസം. അപ്പം നമ്മളൊരു ടെമ്പററി അക്കോമഡേഷൻ എംപ്ലോയറുമായിട്ട്, ഇതൊക്കെ നമ്മൾ എംപ്ലോയറുമായിട്ടുള്ള കോൺട്രാക്റ്റിനകത്തുള്ളതാണ്. കാൻഡിഡേറ്റ്സിന് ടെമ്പററി അക്കോമഡേഷൻ, സോ ദേ ഹാവ് എ പ്ലേസ് ടു സ്റ്റേ വെൻ ദേ കം. അവർ വീട് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1 month to 3 months അവർക്ക് അക്കോമഡേഷൻ, അവൻ്റെ റെന്റ് കാൻഡിഡേറ്റ്സ് പേ ചെയ്യണം. പക്ഷെ ദേ വിൽ ഹാവ് എ പ്ലേസ് ടു സ്റ്റേ. ഇവിടെ വീട് കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയായിരിക്കുമല്ലോ അഞ്ചു. തീർച്ചയായിട്ടും. അപ്പം പിന്നെ അവരുടെ അറൈവൽ നമ്മൾ ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന റാത്ത് ഹൗസിൽ, പിന്നെ അവരുടെ ടാക്സ് ഓഫീസിൽ നിന്ന് അവരുടെ ഫിനാൻസ് ID കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻഡ് ടു എൻഡ് നമ്മൾ കൊടുക്കുന്ന സർവീസും. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഹയർ ആൻഡ് കെയർ ഒരു പ്രോസസ്സിംഗ് ഫീം ചാർജ് ചെയ്യുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലൊരു സംശയം ഉണ്ടാവും, നിങ്ങൾക്ക് എന്താണ് ഈ ഹയർ ആൻഡ് കെയർ കൊണ്ട് ലാഭം? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നമ്മൾ നാട്ടിലൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ലക്ഷങ്ങൾ ഫീ ആയിട്ട് വാങ്ങിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഹയർ ആൻഡ് കെയറിൽ നിന്ന് ലാഭം കിട്ടുന്നത്? നല്ലൊരു ചോദ്യമാണ്. അഞ്ജുവിനറിയാം, ഇവിടെ ജർമ്മനിയിലെ എംപ്ലോയേഴ്സിനാണ് എംപ്ലോയീസിന് വേണ്ടത്. ഇവിടെ വേക്കൻസി ഉണ്ട്, അവരുടെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ അവരുടെ നേഴ്സിംഗ് കെയർ ഹോമിൽ അവർക്ക് അവിടെ നേഴ്സുമാരെ വേണം. അപ്പോൾ അവർ പേ ചെയ്യും. നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ടേഴ്സിന് എംപ്ലോയേഴ്സ് പേ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ വേറെ ഏജൻസികൾ, വേറെ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഇവർ നേഴ്സുമാരെ പിഴിയാൻ നിൽക്കുന്നത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എംപ്ലോയേഴ്സ് രജിസ്റ്റർ ചെയ്യും അവരുടെ വേക്കൻസികൾ അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസ്. ഞങ്ങൾക്ക് ഇത്ര നേഴ്സുമാരെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഇപ്പോൾ കാത്ത് ലാബ് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരെ വേണം, സൈക്കാട്രി എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരെ വേണം. അപ്പം നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള ഇൻകം അവരിൽ നിന്നാണ്.
എംപ്ലോയീസിൽ നിന്നാണ് നമുക്കുള്ള ഇൻകം. നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് ₹1 പോലും നമുക്ക് മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളൊരു സർവീസ് ചെയ്യാണ്, നമ്മൾ ഇതൊരു എന്താ പറയുക, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പാണ്, നമ്മളൊരു സർവീസ് ചെയ്യാണ്, നേഴ്സുമാർക്ക് വേണ്ടിയുള്ള സർവീസാണ്. അപ്പോൾ നമുക്കുള്ള ഇൻകം എംപ്ലോയീസിൻ്റെ നിന്നാണ്. ഇപ്പം ടു ആഡ് ഓൺ, ഇതിനകത്ത് ഒരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ആയിട്ട് ടൈപ്പ് ഉള്ള ഒരു എംപ്ലോയർ അവരുടെ പ്രൊഫൈൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അവരുടെ റിക്വയർമെന്റ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ അൽഗോരിതം റൺ ചെയ്തിട്ട് അവരുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് നമ്മുടെ ടാലന്റ് പൂളിൽ മാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഒരു അൽഗോരിതം റൺ ചെയ്തിട്ട്. സോ നമുക്ക് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇതിനകത്ത്, അതാണ് നമ്മുടെ ഒരു ഏർണിംഗ് മോഡൽ, ടു ബി വെരി സ്പെസിഫിക്. അപ്പോൾ ജർമ്മനിയിലേക്ക് ജോലി നോക്കുന്ന നേഴ്സിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള കാര്യം, ജനറൽ നേഴ്സുമാർക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ BSc നേഴ്സുമാർക്ക് ഓക്കെയാണ്. ഇവിടെ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മാനദണ്ഡം നേഴ്സുമാർക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ. ആ രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ്സ് അത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യണം. ജർമ്മനിയിൽ ഇവിടുത്തെ നേഴ്സിംഗിൽ അവർ എത്ര മണിക്കൂറുകൾ പഠിക്കുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനും എത്ര തിയറി, എത്ര പ്രാക്ടിക്കൽ അവേഴ്സ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ 2100 തിയറി, അതുപോലെ 2400 പ്രാക്ടിക്കൽ അവേഴ്സ് മിനിമം വേണമെന്ന് പൊതുവെ ഇവിടെയുണ്ട്. അതിന് പുറമെ ഓരോ സബ്ജക്ട്സിനും എത്ര മണിക്കൂർ വേണം എന്നുണ്ട്. അത് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളോട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു, അതിൽ ഇന്ന സബ്ജക്റ്റിന് ഇത്ര മണിക്കൂറുകൾ കുറവുണ്ട്. അപ്പോൾ ആ കുറവുള്ള മണിക്കൂറുകൾ നമ്മളിവിടെ പ്രാക്ടിക്കും എന്ന് പറയും. ഒന്നില്ലെങ്കിൽ പ്രാക്ടിക്കും, അല്ലെങ്കിൽ കെന്നിസി പ്രൂഫും. എക്സാം എഴുതി പാസ്സാവുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡാപ്റ്റേഷൻ കോഴ്സ് പ്രാക്ടിക്കും ചെയ്യുന്ന പോലെ. ഈ പ്രാക്ടിക്കും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം ഉണ്ട്, വിത്ത് സാലറിയാണ് നമ്മൾ പ്രാക്ടിക്കും ചെയ്യുന്നത്. പിന്നെ എക്സാം എഴുതുന്ന കാര്യം, എക്സാം എഴുതുമ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നമ്മൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല കോച്ചിങ് കിട്ടി, നമുക്ക് അതിന് ട്രെയിൻ ചെയ്യുന്ന ഇവിടുത്തെ സ്കൂളുകളുണ്ട്, അവിടെ പോയി നമുക്ക് നല്ല കോച്ചിങ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി പാസ്സാവുന്ന കാര്യമുള്ളൂ. പാസ്സായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രാക്ടിക്കും ചെയ്യുന്ന ടൈം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് മെയിനായിട്ട് ഇവർ നോക്കുന്നത്. മിക്ക BSc നേഴ്സുമാർക്കും ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഫ്രഷേഴ്സിനാണെങ്കിൽ പോലും ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ജനറൽ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് തിയറി അവേഴ്സ് കുറവാണ്. പ്രാക്ടിക്കൽ ഉണ്ടാവും, പക്ഷെ തിയറി അവേഴ്സ് കുറവാണ്. ആ തിയറി അവേഴ്സ് ഇവിടെ ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടും ഇതേപോലെ പ്രാക്ടിക്കും ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ വേറൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജർമ്മനിയിലേക്ക് വരാനായിട്ട് ഫ്രഷേഴ്സിന് നേരിട്ട് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാമോ, അതോ എക്സ്പീരിയൻസ് നിർബന്ധമാണോ? ഉറപ്പായിട്ടും ഫ്രഷേഴ്സിന് അപ്ലൈ, ഇന്നത്തെ നിലവിൽ ജർമ്മനിയിലുള്ള നിയമം അനുസരിച്ച് ഫ്രഷേഴ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്രഷേഴ്സ് ആണെങ്കിൽ ഉള്ളൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ കോഴ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കം ചെയ്യാനുള്ള സാധ്യത അവർക്ക് കൂടുതലായിരിക്കാം. അതായത് നമുക്ക് നഴ്സിംഗ് കൗൺസിലിംഗ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവും. എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചിലപ്പം കൗണ്ടർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല, അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസും അവരുടെ ട്രാൻസ്ക്രിപ്റ്റ് അവർ പഠിച്ചിരിക്കുന്നതിൻ്റെ ഇതും കൂടെ ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ ഫ്രഷേഴ്സിന് ഉറപ്പായിട്ടും ചെയ്യാം, ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വഴി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു നേഴ്സിന്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു നേഴ്സിന് ജർമ്മനിയിൽ എത്തുന്നവരെ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടാവും? അത് ഏകദേശം എത്ര രൂപയോളം വരും? ഞങ്ങൾ വഴിയല്ല, ഏതൊരു നേഴ്സിനും ജർമ്മനിയിലോട്ട് വരാനുള്ള ബേസിക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ക്ലാസ്, രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ്. ഇത് ഒരു അറൗണ്ട് 2500 യൂറോ ആണ് ഒരു അറൗണ്ട് വരുന്നത്, ഒരു നേഴ്സിന് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് ആ ഒരു സീസൺ അനുസരിച്ചെല്ലാം ആ വ്യത്യാസം വരുമല്ലോ. അപ്പൊ അതെല്ലാം അവര് ഡയറക്റ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിന് പുറമെ വരും. ബാക്കിയുള്ള ഒരു 2500 യൂറോ ആണ് വരുന്നത്. ഈ 2500 യൂറോ ഒറ്റ അടിക്കല്ല, ആദ്യമില്ല അവസാനമില്ല. ഈ ലാംഗ്വേജ് പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ഗഡുക്കളായിട്ടാണ് അവർ പേ ചെയ്യുന്നത്. പിന്നെ രജിസ്ട്രേഷന്റെ ഫീസ് എന്ന് പറയുന്നതും ഏറ്റവും അവസാനമാണ്. രജിസ്ട്രേഷന്റെ ഫീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് തൊട്ട് മുന്നാണ് ഇവർ പേ ചെയ്യുന്നത്.
പക്ഷേ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങും. ലാംഗ്വേജ് ക്ലാസ്സിന്റെ കൂടെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് തുടങ്ങും, ടൈം സേവ് ചെയ്യാൻ. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2500, അറൌണ്ട് 2500 euro ആണ്. ഓക്കെ, ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഈ അഡാപ്റ്റേഷൻ കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് നമ്മൾ എന്തെങ്കിലും ഫീ പ്രൊവൈഡ് ചെയ്യണോ? നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഫീ പ്രൊവൈഡ് ചെയ്യണോ നേഴ്സ്? വേണ്ട. അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നേഴ്സ് അവിടെ ജോലി ചെയ്യുന്നു, അവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു മറ്റേ രജിസ്ട്രേഷന് വേണ്ട അനർക്കിനും പ്രാക്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിംഗ് ആണ്. അതിന് ഇവർക്ക് നമ്മുടെ ഒരു നേഴ്സിന് കിട്ടുന്ന സാലറിയുടെ ഒരു 70 to 80% സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോൺട്രാക്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഷോ മണി കാണിക്കേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് സാലറി കിട്ടും, അതിന്ന് അവർക്ക് ജീവിക്കാനുള്ള പൈസ. അപ്പൊ തീർച്ചയായിട്ടും ആ സാലറി കൊണ്ട് അല്ലെങ്കിൽ ആ സ്റ്റൈപ്പൻഡ് കൊണ്ട് അവർക്ക് ഇവിടുത്തെ എക്സ്പെൻസസ് ഒക്കെ അഫോർഡ് ചെയ്യാനും പറ്റും. അല്ല, എക്സ്പെൻസ് അഫോർഡ് ചെയ്യുന്ന മാത്രമല്ല, സേവിങ്സും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഹയർ ആൻഡ് കെയർ വഴി വരുന്ന നഴ്സുമാർക്ക് ജർമ്മനിയിൽ ജോലി കിട്ടുന്ന ഓൾഡ് ഏജ് ഹോംസിലാണോ അതോ ഹോസ്പിറ്റൽസിലാണോ? അഞ്ജു, ടു ബി ഹോണസ്റ്റ്, ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് ഓൾഡ് ഏജ് ഹോംസിലാണ്. ഹോസ്പിറ്റൽസിലും സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാൻ എന്നാണ്. കാരണം ഹോസ്പിറ്റലിലാകുമ്പോൾ ഒന്ന് അവർക്ക് നല്ല പ്രഷർ ഉണ്ടാവും, ഡ്യൂട്ടി പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളും കൂടുതലാണ്. മോർ ഓവർ ഇന്റർനാഷണൽ നഴ്സസ് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോംസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ വർക്ക് ലോഡ് അല്പം കുറവാണ്, സ്ട്രെസ് ഫ്രീ ആണ്. മാത്രമല്ല അവർ ആ ജർമ്മൻ ഇക്കോ സിസ്റ്റമായിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് പീരീഡും കിട്ടും. ഒരു 1 year കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ റെലവൻറ്റ് ഫീൽഡിലോട്ട് മാറാനും പറ്റും. പക്ഷെ ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യം ജോയിൻ ചെയ്യാനും പറ്റും, അതിൻ്റെ സാധ്യതകളാണ്. ഇതിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ B2 വരെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഈ മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ നേഴ്സിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കോഴ്സ് ഉണ്ട്. B2 ഫോർ നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ B2 ഫോർ ഫ്ലേഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാംഗ്വേജിന്റെ വേറെ ഒരു ഭാഗം തന്നെയുണ്ട്. നമ്മളത് പഠിക്കുന്നില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് പഠിക്കുന്നു, B2 പഠിക്കുന്നു, ഇങ്ങോട്ട് പോരുന്നു. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോൾ ആ ഒരു സ്ട്രെസ് അറിയാം. നാട്ടിലിപ്പോൾ എല്ലാ നഴ്സുമാരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. കാരണം നമുക്ക് അവിടെ ഓൾഡ് ഏജ് ഹോമുകളും അങ്ങനെ കെയർ ഹോംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രഷർ അറിയാം, ഹോസ്പിറ്റലിലെ പ്രഷർ. അത് തന്നെയാണ് എല്ലാ ഹോസ്പിറ്റലിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ സജസ്റ്റ്, അപ്പോൾ അവർക്ക് പറയാം, കാൻഡിഡേറ്റ്സിന് പറയാം, ഞങ്ങൾ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ കെയർ ഹോംസിലാണ് നോക്കുന്നത്, അവർക്ക് പറയാം. പക്ഷേ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനും എല്ലാത്തിനും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കെയർ ഹോമുകളിലായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ കെയർ ഹോമുകളിൽ സ്റ്റാർട്ട് ചെയ്താലും തീർച്ചയായിട്ടും അവർക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതായത് നന്നായിട്ട് ജർമ്മനൊക്കെ പഠിച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു ഹോസ്പിറ്റൽസിൽ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നേരെ തന്നെ അപ്ലൈ ചെയ്യാം. ഉറപ്പായും. അത് നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ തന്നെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ലിസ്റ്റഡ് ആയിരിക്കും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏത് ഓപ്പർച്യൂണിറ്റി അത് അവർക്ക് സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ജർമ്മനിയിൽ ജോലി കിട്ടി വരുന്ന ഒരു നഴ്സിന് മന്ത്ലി എത്ര യൂറോ സാലറി കിട്ടും? സാലറി ഇവിടെ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. വളരെ വലിയൊരു വ്യത്യാസമല്ല, പക്ഷെ എന്നിരുന്നാലും ചില സ്റ്റേറ്റിൽ കുറച്ച് നല്ല പേയ്മെന്റ് ഉണ്ട്, ചില സ്റ്റേറ്റിൽ കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹയർ ആൻഡ് കെയർ ത്രൂ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഇപ്പോൾ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാലറി ഫ്രഷറിന് 2880 യൂറോ ആണ്. പിന്നെ അതിന് പുറമെ ചെറിയൊരു ഇൻക്രിമെന്റ് എല്ലാ വർഷവും എല്ലാ സ്റ്റേറ്റിലും വരുന്ന പോലെ അത് വരും. ആ ഒരു ഇതും കൂടി ഇതിൽ കൂടും. അപ്പോൾ 2880 ആണ് ഒരു ഫ്രഷ് കാൻഡിഡേറ്റിന് വരുന്ന ഒരു സാലറി, സ്റ്റാർട്ടിങ് ഗ്രോസ് സാലറി. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, 12 മാസത്തെ സാലറി അല്ല നമ്മൾ ജർമ്മനിയിലെ ഒരു നേഴ്സിനോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് കിട്ടുന്നത്, 13 ആണ്. കാരണം ക്രിസ്മസ് ബോണസോ അല്ലെങ്കിൽ ഉർലവ് പെയ്ഡ് പേയ്മെന്റ്, അപ്പോൾ ഒരു ഡബിൾ സാലറി ഒരു മന്ത് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 12 മാസം കൊണ്ട് കിട്ടുന്നത് 13 മാസത്തെ സാലറിയാണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് സാലറിനെ കുറിച്ച് നെറ്റ് സാലറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് എങ്ങനെയാണ് നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അത് ടാക്സ് ക്ലാസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ കുറവ് വരുന്നതെന്നും എത്ര യൂറോ ആണ് കിട്ടുന്നതെന്നൊക്കെ ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക എല്ലാവരും. അഞ്ജു, അത് മാത്രമല്ല ജർമ്മനിയിൽ ഇപ്പം ഒരു നേഴ്സ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ അലവൻസ് കിട്ടും. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന്, പിന്നെ ഹോളിഡേക്ക്, പബ്ലിക് ഹോളിഡേയിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനും അഡീഷണൽ അലവൻസ് കിട്ടും. നമ്മുടെ നോർമൽ പേ അല്ല, അന്ന് കൂടുതൽ അലവൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു നേഴ്സിന് നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഹയർ ആൻഡ് കെയറിനെ
നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഇപ്പം higherandcare.de എന്നുള്ളതാണ്. അപ്പം അത് മാത്രമല്ല നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഇവിടെ എല്ലാം നമ്മുടെ പ്രസൻസ് ഉണ്ട്. അപ്പം ഹയർ ആൻഡ് കെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കിട്ടും. മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട്, അത് ഞാൻ തരാം. ഇതിനകത്തൊക്കെ നമുക്ക് എൻക്വയറി വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ആരും വിളിക്കാതെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മൾ ടൈംലി റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫർദർ റെഫറൻസിന് ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവരെ ഫർദർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബിജു, ശബരീഷ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോൾ നമുക്ക് മനസ്സിലായിടത്തോളം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, നമ്മുടെ നേഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് വളരെ ബെനിഫിഷ്യലും യൂസ്ഫുള്ളുമാണ്. അപ്പോൾ നമ്മുടെ 2 മലയാളികൾ തുടങ്ങി വെച്ച ഈ സ്റ്റാർട്ടപ്പ് ഒരുപാട് സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബെർലിനിൽ തുടങ്ങി വെച്ച ഈ സ്റ്റാർട്ടപ്പിന്, ഈ സംരംഭത്തിന് ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു അഞ്ജു. ലൂലൂസ് എക്സ്പ്ലോറേഷന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മാത്രമല്ല ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തെ മറ്റുള്ളവരിൽ എത്തിക്കാൻ നിങ്ങളെടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിനും വളരെ താങ്ക് യു സോ മച്ച്.